ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അനിക്കൊരു കിടിലം തന്നെ ഒരു അടി കിട്ടുന്നത് നിങ്ങൾ പ്രമോക്കകത്ത് കണ്ടു കാണും. എത്ര പേരുണ്ട് നമ്മുടെ അനിയുടെ കൂടത്തിലും. അതുപോലെ തന്നെ എന്താ പറയാ, അനി ചെയ്യുന്നത് ശരിയാണെന്നും പറയുന്നവര് ഒന്ന് കമന്റ് ചെയ്തേക്കണം, തെറ്റാണെന്ന് പറയുന്നവരും ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഇത് രണ്ടും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. കാരണം ഞാന് കഥ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരാളായതുകൊണ്ട് അഭിപ്രായം ഞാനായിട്ട് പറയുന്നില്ല. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഏതായാലും നാളെ ആ ഒരു വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ്. ചെപ്പക്കുറ്റി നോക്കി പറഞ്ഞാൽ നമ്മുടെ ദേവയാനി കൊടുക്കുക. ഏതായാലും ഇത് കൊടുക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അനി ചെയ്തത് നല്ലതാണോ ചീത്തയാണോ, അനി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഏതായാലും കൊടുത്തു, നല്ലൊരു അടി തന്നെ കൊടുത്തു കേട്ടോ. അപ്പൊ അതാണ് നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് അവസാന സീനായിട്ട് കണ്ടത് കൈ നിറയെ വിഷു കൈനീട്ടം കിട്ടുന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ അനാമിക നിൽക്കുകയാണ്. അപ്പൊ അനാമികയുടെ വിചാരം ആരെങ്കിലും ഒക്കെ കൈ നിറയെ തരുവായിരിക്കും, സ്വർണങ്ങളും അതുപോലെ തന്നെ പൈസയൊക്കെ കിട്ടുമായിരിക്കും. അതുമല്ല, അതിനേക്കാൾ അപ്പുറം കടന്ന് ചിന്തിക്കുകയാണ് വേണുവും രേവതിയും കൂടെ. ഇതൊക്കെ കിട്ടിയിട്ട് വേണം ഇങ്ങ് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ദൂർത്തടിച്ചങ്ങ് തീർക്കാന്. രണ്ടെണ്ണത്തിനും കൂടെ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന വരുമാനം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മോളെ ഉപദേശിച്ച് വിളിച്ച ആ ഒരു സീന ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ നാളെ പിന്നെ കാണുന്ന നമ്മുടെ നന്ദുവിനെയും കൂടെ തന്നെയൊക്കെയാണ് കേട്ടോ. അപ്പൊ നന്ദുവും നമ്മുടെ അനിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല, നീ അവിടെ പോയാലും എന്നെ വിളിക്കണം, വീഡിയോ കോൾ ചെയ്യണം, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നന്ദു. നിന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാനോ നിന്റെ സ്വരം കേൾക്കാതിരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പം. എനിക്ക് കഴിയില്ല അനാമികയെ സ്നേഹിക്കാനായിട്ട്, എൻ്റെ ഭാര്യയായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയില്ല. ഇനിയിപ്പം നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിലും ഈ ജന്മത്തിൽ എനിക്കൊരു വിവാഹം കാണില്ല. അത് മാത്രമല്ല, നീ എന്നെ വിളിക്കാതിരിക്കുകയോ നീ എന്നോട് മിണ്ടാതിരിക്കുകയോ പിന്മാറി നടന്നു കഴിഞ്ഞാലൊക്കെ പറഞ്ഞല്ലോ, ഞാൻ ഒരേ ഒരു കാര്യമേ ചെയ്യത്തുള്ളൂ, എന്റെ ജീവിതം ഞാൻ അങ്ങ് അവസാനിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവും സമാധാനിപ്പിക്കുന്നുണ്ട്. നന്ദുവും ചെറിയ രീതിയിൽ തന്നെ നമ്മുടെ അനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നെങ്കിൽ നന്ദുവിന് ഒഴിഞ്ഞു മാറി പോകായിരുന്നു. ഏതായാലും കഥയിൽ ചോദ്യമില്ലെന്ന് പറയുന്ന പോലെ കഥയല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നന്ദു കുറച്ച് സ്നേഹത്തോടു കൂടി തന്നെയാണ് പോകുമ്പോഴും പെരുമാറുകയും അതുപോലെ തന്നെ കയ്യിൽ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അനി. ഏതായാലും അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നിപ്പോയി. പോട്ടെ, അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ്, ഞാൻ അഭിപ്രായം പറയുന്നില്ല. അപ്പൊ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയന വലിയ ടെൻഷനിൽ തന്നെയാണ്. അപ്പൊ നയനയ്ക്ക് 100% ഉറപ്പായി നമ്മുടെ നന്ദുവും അനിയും അവർ തമ്മിൽ മീറ്റ് ചെയ്തു എന്ന്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ അനിയും വീട്ടിലില്ല, നന്ദുവും വീട്ടിലില്ല. അപ്പൊ ഏകദേശം നമ്മുടെ കൂടപ്പിറപ്പുകൾക്കൊക്കെ നമ്മുടെ മനസ്സും അറിയത്തില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നയനെ ഉറപ്പിച്ചു. ഏതായാലും ഈ സമയത്ത് ദേവയാനി വിളിക്കുകയാണ്. അപ്പം ദേവയാനി വിളിക്കുന്നുണ്ട്. അപ്പം അനി വരാത്തത് കൊണ്ട് തന്നെ ദേവയാനിക്കും ചെറിയ സംശയങ്ങളൊക്കെ മുട്ടിട്ട് തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ദേവയാനി ഇനിയിപ്പം ഇവര് തമ്മിൽ കണ്ടോ എടുത്തോ മിണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ, നമ്മുടെ നയനെ വിളിക്കുന്നത്. അങ്ങനെ നയനെ വിളിച്ചിട്ട് മോളെ എന്തെടുക്കുക, വിഷുക്കണിയൊക്കെ എങ്ങനെയായി എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ വിഷുക്കണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ, എല്ലാവരും എന്തിയെ? അത് പിന്നെ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട് അവിടെ. നന്ദു ഇല്ല, നന്ദു കൂട്ടുകാരെ കാണാൻ വേണ്ടി വെളിയിൽ പോയിരിക്കുകയാണ്. അവർക്ക് എന്താ ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞത്. കൂട്ടുകാരെ കാണാൻ വേണ്ടി വെളിയിൽ പോയിരിക്കുന്നോ? മോളെ ഞാനൊരു കാര്യം പറയട്ടെ. അതെ, എനിക്കൊരു ചെറിയ സംശയം. അമ്മയ്ക്ക് എന്താ ഇതിന് മാത്രം സംശയം ഈ പാതിരാത്രി? അല്ല, ഇവിടെ അനിയുമില്ല, അവിടെ നന്ദുവുമില്ല, ഇവര് എങ്ങോട്ട് പോയതായിരിക്കും? അവര് ഒരുമിച്ചായിരിക്കുവോ എന്ന്. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നയനയുടെ ആ ഒരു മനസ്സിലുണ്ടായിരുന്ന കുറച്ച് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പൂർത്തീകരിച്ചു. നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി സംഭവം ഇച്ചിരി റോങ് ആണ്. അനിയും അവിടെ ഇല്ല, നമ്മുടെ നന്ദു ഇവിടെ ഇല്ല. അപ്പൊ ഏതായാലും നയന പറഞ്ഞു, എനിക്ക് പിന്നെ അനി അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ എന്നെ ഉടനെ ഒന്ന് വിളിക്കണം എന്ന് ഇങ്ങനെ പറയുകയാണ് നയന. അപ്പൊ വിളിക്കാമല്ലോ, ഞങ്ങള് വിളിച്ചേക്കാം. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചേക്കാം, അവൻ എപ്പോഴാണ് വരുന്നത് വെച്ചാൽ കറക്റ്റ് ഞാൻ വിളിച്ചേക്കാന്ന് ദേവയാനിയും പറഞ്ഞു. അപ്പം ദേവയാനിയും പറഞ്ഞു അവള് വരുമ്പോഴത്തേക്കും അവളാണ് ഫസ്റ്റ് വരുന്നെങ്കിൽ നീ വിളിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേർക്കും ഒരു സംശയം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ പേരിൽ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലെത്തുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെയാണെന്ന് ഇവർക്ക് സ്ഥിരീകരിക്കുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എന്താണ് വിളിക്കാതെ പറഞ്ഞത്. ഏതായാലും കറക്റ്റ് ഇവർ വിചാരിച്ചതുപോലെ തന്നെ നന്ദു വന്നതും അനി വന്നതും ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ്. ആർക്കും മനസ്സിലാകാം ഇവര് തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ചോറ് തിന്നുന്ന ആർക്കും അറിയാം.
ഏതായാലും അതുപോലെ തന്നെ നമ്മുടെ നയനയ്ക്കും ദേവയാനിക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്. ഇവര് വിളിച്ച് പരസ്പരം വന്ന ആ ഒരു സമയത്ത് സംസാരിക്കുകയും ചെയ്തു. നന്ദ് കേറി വന്ന ഉടനെ തന്നെ നമ്മുടെ നയന ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു ഇടിയെന്ന്. വേറെ ആരോടും പറഞ്ഞു കൊടുത്തോ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ നയന മാത്രം അത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. കനകയോടോ നവ്യോടോ ഒന്നും പറഞ്ഞില്ല. നീ എവിടെ പോയത് അടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദ് പറഞ്ഞു, അത് പിന്നെ എന്താ ചേച്ചി, ഞാൻ കൂട്ടുകാരെ കാണാൻ പോയത്. അവന്മാർ എന്നെ വന്ന് ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത് കണ്ടതല്ലേ ചേച്ചി, ഞാൻ അവരെ കാണാൻ വേണ്ടി പോയതാ. നന്ദു, നീ സത്യം പറഞ്ഞോ? നീ അനിയെ കണ്ടില്ലേ? നീ പറ സത്യം, എന്റെ മുഖത്ത് നോക്കി പറ. അതെ, കള്ളം പറയാൻ നിന്ന് കഴിഞ്ഞാല് തെളിവ് സഹിതം വെച്ചിട്ടാ ഞാൻ പറയുന്നത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. പറ, നീ അനിയെ കാണാൻ വേണ്ടി പോയതല്ലേ? അത് അത് പിന്നെ ചേച്ചി സത്യം പറയടി. അത് പിന്നെ ചേച്ചിക്ക് അറിയാലോ അനിയുടെ സ്വഭാവം എന്താണെന്ന്. അന്ന് വിവാഹത്തലേന്നൊക്കെ അനി ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചതാ. അന്നൊക്കെ സത്യമായിട്ട് ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. അതുപോലെ വീണ്ടും ഒരാത്മഹത്യ, അല്ലെങ്കിൽ അനന്തപുരി തറവാട്ടിൽ ഒരാളെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാല് ചേച്ചിക്ക് ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാ എനിക്കും. അവിടെ ഒരാൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അനി ആയിക്കോട്ടെ, വേറെ ആരും ആയിക്കോട്ടെ, വേറെ ആരും നമുക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ടാവില്ലേ? ആ ഒരു ഭയവാ ചേച്ചി എന്നെ അനിയെ കാണാൻ വേണ്ടി അവിടെ എത്തിപ്പിച്ചത്. ദേ, ഞാനൊരു കാര്യം പറയാം. അവൻ ചാകാന്ന് പറഞ്ഞാലും അവൻ ചത്തു എന്ന് പറഞ്ഞാലും ഇനി മേലാല് അവനെ കാണാൻ ഇവിടെ നിന്ന് ഇറങ്ങരുത്. നിന്റെ കാർണക്കുറ്റി നോക്കി എനിക്ക് പൊട്ടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. നാളെ നീ പോകുക, അതുകൊണ്ട് മാത്രമാ ഞാൻ ദേ ഇത് സൈലന്റ് ആയി വെക്കുന്നത്. അച്ഛനോടോ അമ്മയോടോ പറയാത്തത്. ഇടി, നിന്റെ തലയിൽ എത്ര പറഞ്ഞാലും എന്താ നിറകെ കേറില്ലേ? എന്റെ അമ്മായിയമ്മ ആവുന്ന തരത്തിൽ നിന്നോട് വന്ന് പറഞ്ഞു, ഉപദേശിച്ചു. എന്റെ ഭർത്താവ് ആവുന്ന തവണ നിന്നോട് വന്ന് പറഞ്ഞു, ഉപദേശിച്ചു. ഞാൻ ഉപദേശിച്ചു. അച്ഛനും അമ്മയും എല്ലാം ഒരു മാറി മാറി ഉപദേശിച്ചു. നിനക്ക് എന്താ പറ്റിയത്? എന്താ നന്ദു നീ ഇങ്ങനെയായി പോയത്? ഒരു സ്ട്രോങ് ആയ നന്ദു ഇതിനു മുമ്പിൽ ഉണ്ടായിരുന്നു. അത് നിനക്കറിയാമോ? ആ നന്ദു ആയാൽ എന്താ നിനക്ക്? അത് പിന്നെ ചേച്ചി, എന്റെ മാനസികാവസ്ഥ മതി. എന്ത് മാനസികാവസ്ഥ? നിർത്തിക്കോണം. ഇനി മേലാല് അവനെ കാണുകയോ സംസാരിക്കുകയോ മിണ്ടുകയോ ചെയ്യരുത്. അവന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് തന്നെ അവന്റെ പേര് തന്നെ നിന്റെ ഫോണിൽ നിന്ന് മാറ്റിക്കോ എന്നും പറഞ്ഞ് നമ്മുടെ നയന ദേഷ്യത്തോടു കൂടി അങ്ങ് പോവാണ്. ഈ സമയത്താട്ടോ നമ്മുടെ ആദർശാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ആദർശും നമ്മുടെ അനിയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അനിയോട് പറയുന്നുണ്ട്, നീ എവിടെ പോയോ ആയിക്കോട്ടെ, പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതൊന്നും ഒരിക്കലും നടക്കില്ല. നീ അതുകൊണ്ട് അതിനെ ഓർത്ത് ചുമ്മാ പ്രയത്നിച്ച് നടക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ വേറെ കുറച്ച് സീനുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദേവയാനി കൈ നിറയെ സ്വർണങ്ങൾ ഇപ്പൊ സമ്മാനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അനാമിക. അതിനോടൊപ്പം തന്നെ ജാനകി കൊടുക്കുന്ന ഒരു ചിന്തയുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ജലജ എന്ന് പാര വെക്കുന്നുണ്ട്. ജാനകിയുടെ കയ്യിൽ ഒന്നുമില്ല, അവളുടെ കയ്യിൽ എന്നാ ഇരിക്കുന്നത്? അവള് സത്യത്തിൽ ദരിദ്രാസം പിടിച്ച കുടുംബത്തിലെ മോളെ, അവളൊന്നും തരത്തില്ല. ചിലപ്പോൾ നിന്റെ വല്യമ്മ വല്ലതും നിനക്ക് തരുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ജാനകി എന്ന് പറയുന്ന നമ്മുടെ ജാനകി ഉണ്ടല്ലോ, ജാനകി എന്ന് പറയുന്നത് നമ്മുടെ ജാനകി അല്ല. ജാനകി അത്യാവശ്യം പാവപ്പെട്ട കുടുംബത്തിലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജാനകിക്ക് വലിയ സ്വത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പൊ ജാനകീനെ സോപ്പ് ഇട്ടിട്ടും കാര്യമില്ലെന്ന് നന്നായിട്ട് അറിയാം. ഇനിയിപ്പൊ ദേവയാനിയെ സോപ്പ് ഇടാന്നുള്ളൊരു ലക്ഷ്യമേ ഉള്ളൂ. പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും വല്ലതും കൈ തന്നാലായി. ആ ഒരു ഇതിലാണ് അനാമിക അവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ദേവയാനി അനിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അനിയോട് വന്ന് ചോദിച്ചു, മോനെ, നാളെ വിഷുവായിട്ട് എന്താ പരിപാടി? അല്ല, നീ അനാമികയ്ക്കൊന്നും മേടിച്ചു കൊടുത്തില്ലേ? വിഷുക്കൂടി ഒന്നും മേടിച്ചു കൊടുത്തില്ലേ? അത് പിന്നെ അറിയാലോ, ഞാനും അനാമികയും തമ്മിലുള്ള പ്രശ്നം വല്യമ്മയ്ക്ക്. ഞാൻ എങ്ങനെയാ അവൾക്ക് വിഷുക്കൂടി മേടിച്ചു കൊടുക്കുന്നത്? അതെന്താ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ മോനെ, ഞാൻ ഉപദേശിക്കാന്ന് മോൻ വിചാരിക്കരുത്. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പലതവണ നിന്നോട് പറഞ്ഞു. ഒരു പെണ്ണിന്റെ ജീവിതം നീ തകർക്കരുത്. നീ ആയിട്ട് ഒരു പെണ്ണിന്റെ, രണ്ട് പെണ്ണുങ്ങളുടെ ജീവിതം നീ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ആയിക്കോട്ടെ, നീ കഴുത്തില്, അനാമികയുടെ കഴുത്തില് താലി ചാർത്തിയിട്ടുണ്ട്. ആ താലിക്കൊരു സത്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, അവള് കുറച്ച് പക്വതയൊക്കെ കുറഞ്ഞൊരു പെൺകുട്ടിയാണ്. ഒറ്റ മോളുടെ ആ ഒരു ദോഷങ്ങളൊക്കെ അവക്കുണ്ട്. പക്ഷെ അവളുടെ ഗുണങ്ങൾ നീ കണ്ടെത്താൻ ശ്രമിക്കണം. ഒരു പെണ്ണ് സഹിക്കില്ല തന്റെ ഭർത്താവ് ഒരു മറ്റൊരുത്തിയുടെ കൂടെ പോകുന്ന ഒരു പെണ്ണിനും അത് ഇഷ്ടമാവില്ല. കള്ളുകുടിയനായിക്കോട്ടെ, ദിവസവും തല്ലുന്നവനായിക്കോട്ടെ, എല്ലാം സഹിക്കും. പക്ഷെ മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയി എന്ന് അറിഞ്ഞാല് ഒരു പെണ്ണ് സഹിക്കില്ല. അതുകൊണ്ടാ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത് ആവർത്തിച്ച്. ഇനി ഇത് മേലാൽ ആവർത്തിച്ച് പോകരുത്. നീ ഇപ്പൊ എവിടെ പോയതാ? അത് പിന്നെ ഞാന് നിന്നോടാ ഞാൻ ചോദിച്ചത് എവിടെ പോയതാണെന്ന്. അത് പിന്നെ ഞാന് നന്ദുവിനെ കാണാൻ വേണ്ടി പോയതാ. കൊടുത്തു ചേപ്പക്കുറ്റി നോക്കി ഒറ്റ ഒരെണ്ണം കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മേലാല് എന്റെ ഈ കൈ നിന്റെ കവിളത്ത് പതിയരുത്. എന്റെ കൈ മാത്രമല്ല, വേറെ ആരുടെയും കൈ ഇന്ന് വരെ ഞാൻ നിന്നെ തല്ലിയിട്ടില്ല.
അറിയാലോ, നിന്റെ അമ്മ നിന്നെ സ്നേഹിച്ചതിലും നിന്റെ അമ്മ നിന്നെ വളർത്തിയതിലും ഏറെ ഈ ഒക്കത്തെടുത്തോണ്ട് വെച്ചാ നിന്നെ ഞാൻ വളർത്തിയത്. അതിന്റെ സ്നേഹവും പരിഗണനയും ഒക്കെ എപ്പോഴും നിനക്ക് ഞാൻ തരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ അപേക്ഷയായിട്ട് നീ കൂട്ടിക്കോ, മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന്. ഏതായാലും അനി ആ തല്ലും കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ വൻപൻ ടിസ്റ്റുകളോട് നിറഞ്ഞ ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. നമ്മൾ നാളെ രാവിലെ കറക്റ്റ് ഒരു 7:30 പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഫുൾ വിശേഷം കേട്ടോ. വിത്ത് ഡയലോഗും ആയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ബാലന്റെയും ഗോമതിയുടെയും കഥ നമ്മൾ നമ്മുടെ പുതിയ ചാനലായ റിയൽ സ്റ്റോറിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും, അതായത് ഫുൾ വിശേഷം രാവിലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രമോ വിശേഷം എന്നും വൈകിട്ട് ഒരു 5:30 5:45 കൂടി, 5:30 സോറി 4:30 4:45 കൂടി, 4:30 4:45 ഇടയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടേക്കണം കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കണേ. ടാറ്റാ, ബൈ ബൈ.